എടാ ഞാൻ അത് ഏകദൈവത്തിലേക്കാണ് ഇവരെ കൊണ്ടുവരുന്നത്, അത് അപ്പൊ പിന്നെ ഞാൻ എന്തിനാ സുജൂദ് ചെയ്യുന്നത്? ചിലപ്പോ അത് ഖുറൈശികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കാണിച്ചതായിരിക്കും. ആ അത് ഇപ്പം ബ്രദർ പറഞ്ഞത് ശരിയാണ്. ഒരു മനുഷ്യരെ, ഒരു കൂട്ടത്തെ ഇസ്ലാമിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ കള്ളപ്രവാചകനല്ലേ നിജാഷ് ബ്രദറെ? അത് ആൾക്കാർ വന്നാലും വന്നില്ലേലും ഷെയ്ത്താൻ ഇട്ടുകൊടുത്തതല്ലേ അവരുടെ നബിതങ്ങളുടെ മനസ്സിൽ ചിന്ത അങ്ങനെ ചെയ്യാൻ വേണ്ടി. ബ്രദറെ, ഷെയ്ത്താൻ നാക്കിലേക്കല്ലേ, വാക്കുകളല്ലേ ഇട്ടുകൊടുത്തുള്ളൂ. ഈ പ്രവൃത്തി ചെയ്യാൻ ഷെയ്ത്താൻ പറഞ്ഞായിരുന്നു. നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തു പോകും. അത് സ്വാഭാവികമായിട്ടും വിഗ്രഹങ്ങളുടെ മുൻപിൽ ചെയ്തു പോകും. ശരിയാണ്, അത് ശരിയാണ്. വിഗ്രഹങ്ങളുടെ മുൻപിൽ പോയി ഷൈത്താൻ നാവിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന്, വേറെ ഈ ആയത്തുകൾ ഷൈത്താൻ ഇട്ട് കൊടുത്തതാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞ എന്തൊക്കെ ആയത്തുകളായിരിക്കും ഷൈത്താൻ ഇട്ട് കൊടുക്കാഞ്ഞത്? വേറെ ഇതെല്ലാം ഷെയ്ത്താൻ ഇട്ട് കൊടുത്തതല്ല, വേറെ ഒന്നും ഷെയ്ത്താൻ ഇട്ട് കൊടുത്തല്ല. ഇതെല്ലാം അള്ളാഹു ആയത്ത് കൊടുക്കുന്ന നിജാസ് ബ്രദറെ ഈ ആയത്ത് ബ്രദറെ ഈ പ്രൊഡക്ഷൻ ലൈനിനകത്ത് ഒരു പീസ് ഡിഫക്റ്റീവ് ആണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഡക്ഷൻ ലൈൻ മുഴുവൻ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് എത്രയൊക്കെ പീസസ് ഡിഫക്റ്റീവ് ആയിരിക്കും? വേറെ ഏതാണ്? വേറെ ഒന്നുമില്ല ഒന്നുമില്ല. ഇതിലും ഒന്നുമില്ല. ഈ സൂറ ഹജ്ജ് അല്ല, ഈ സൂറത്തുൽ നജ്ം മെക്കൻ ആയത്താണോ മദീനൻ ആയത്താണോ? മക്ക ആയത്ത്. മെക്ക ആയത്ത്. സൂറ ഹജ്ജ് എന്ന് പറയുന്നത് മെക്കൻ ആയത്താണോ മദീനൻ ആയത്താണോ? അത് കറക്റ്റ് ആയിട്ട് നോക്കിയാലേ അറിയാൻ പറ്റും. നോക്കിക്കോ ബ്രദറെ, മദീനൻ ആയത്താണ് സൂറ ഹജ്ജ് എന്ന് പറയുന്നത്. ഈ തിരുത്തി കൊടുക്കുന്നത് അള്ളാഹു, പിന്നെ തിരുത്തി കൊടുക്കുന്ന ഈ സൂറത്തുൽ നജ്ം പിന്നെ അള്ളാഹു തിരുത്തി കൊടുക്കുന്നത് ഹജ്ജിൽ വെച്ചിട്ടാണ്. അത് മദീനൻ ആയത്താണ്. 8 വർഷം, ഇതിന്റെ ഇടയ്ക്കത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 8 വർഷമാണ്. മനസ്സിലായി? 8 വർഷം അദ്ദേഹം സൂറ നജ്ം ഓതിക്കൊണ്ട് നടന്നു. ഇതിന്റെ ഇടയിൽ എന്തൊക്കെ ആയത്തുകൾ പിശാചിട്ട് കൊടുത്തിട്ടുണ്ട്? ഈ ടൈം പീരീഡിൽ മെക്കയിൽ നിന്ന് മദീനയിൽ വരെ അദ്ദേഹം ഹിജറ ചെയ്തു വരുന്ന ആ സമയം വർഷത്തെ ടൈം പീരീഡ് 8 years ആണ്. ഇതിന്റെ ഇടയിൽ അദ്ദേഹം എന്തൊക്കെ അള്ളാഹുവിന്റെ പേരിൽ അദ്ദേഹം ഏതൊക്കെ ആയത്തുകൾ അദ്ദേഹം കെട്ടിച്ചമച്ച് പറഞ്ഞു കാണത്തില്ല? വേറെ ഏത് കെട്ടിച്ചമച്ച് പറഞ്ഞു? വേറെ ഒന്നും കെട്ടിച്ചമച്ച് പറഞ്ഞായിട്ട് പറയുന്നില്ലല്ലോ ബ്രദറെ. ഇത് പിടിക്കപ്പെട്ടല്ലോ. ഏത് ഇത് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നബിതങ്ങളുടെ മനസ്സിലോട്ട് ഷെയ്ത്താൻ ഇട്ടുകൊടുത്തതാണിത്, അങ്ങനെ പറയാൻ വേണ്ടി. ബ്രദറെ, ഷെയ്ത്താൻ ഇട്ടുകൊടുത്തപ്പോ അള്ളാഹു എന്തോ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു? 8 വർഷം അള്ളാഹു എന്തുകൊണ്ടാ മിണ്ടായിരുന്നേ? ഒരാൾ ഒരു കാര്യം തെറ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ദിവസം തന്നെ, അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു ദിവസം, 2 ദിവസം, ഒരു മാസം കഴിഞ്ഞിട്ടെങ്കിലും അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണ്ടായോ? 8 വർഷം കഴിഞ്ഞിട്ടാണോ അള്ളാഹുവിന് ഓർമ്മ വന്ന് പണ്ട് സൂറത്തുൽ നജ്മിൽ ഇങ്ങനെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തായിരുന്നു, അത് നമുക്ക് തിരുത്തി കൊടുക്കാവുന്നു? ബ്രദർ ഒന്ന് സാമാന്യമായിട്ട് ചിന്തിക്കൂ, ഇസ്ലാമികപരമായിട്ടല്ല, സാമാന്യമായിട്ട് ചിന്തിക്കൂ. 8 വർഷം വരെ അള്ളാഹു മിണ്ടാതെ ഇരുന്നു, തിരുത്തി കൊടുത്തില്ല. 8 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അപ്പോൾ അത് അള്ളാഹു പറയുന്നു, നിനക്ക് മുൻപേയും പ്രവാചകന്മാർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ ഓതി കേൾപ്പിക്കുന്നതിന്റെ ഇടയിൽ പിശാജ് അവരുടെ ഉത്ബോധനത്തിന്റെ ഇടയിൽ പിശാജ് അവന്റെ വാക്കുകളെ ഇട്ട് കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ഈ ഖുർആൻ എന്നുള്ളത് ഓരോ സാഹചര്യത്തിന് അതൊന്നും അല്ല വിഷയം, അതൊന്നും എന്റെ വിഷയമല്ല. ഖുറാന്റെ സാഹചര്യം ഒന്നും എന്നോട് പല വിഷയങ്ങളുണ്ട് ഖുറാന്റെ സാഹചര്യത്തിൽ. താങ്കളോട് ഞാൻ ചോദിക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല വിഷയത്തിലേക്ക് കടന്നു പോകേണ്ടി വരും. ഖുറാന്റെ സാഹചര്യം ഒന്നും ചോദിക്കണമല്ലോ. നിജാഷിനോട് എന്റെ താങ്കളുടെ വീട്ടില് താങ്കൾ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് താങ്കൾക്ക് വീട്ടിൽ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ശരിയല്ലേ? ഓക്കെ. ഈ ഭാര്യ വീട്ടിലില്ലാതിരിക്കുന്ന ഏതെങ്കിലും സമയം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഉദ്ദേശിച്ചത് ഏതെങ്കിലും ദിവസം ഭാര്യ വീട്ടിലില്ലാതിരിക്കുന്ന സമയം ഉണ്ടോ? വന്നിട്ടുണ്ട്. അവളുടെ വീട്ടിൽ പോയാൽ വീട്ടിൽ ഞാൻ മാത്രമല്ലേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ലല്ലോ. അതെ. ഈ ഭാര്യ വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത് അയൽവക്കക്കാരുടെ കൂട്ടത്തിൽ താങ്കള് കുടുംബ ബന്ധം, ലൈംഗിക ബന്ധവും വല്ലതും ചെയ്യുവോ? ചെയ്യത്തില്ല. മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. അറിയത്തില്ല.
സൂറ തഹരിം വായിച്ചിട്ടുണ്ടോ? 66 വായിച്ചിട്ടുണ്ടോ? തഹരിം, വായിര് കേട്ടോ, വായിക്ക്, സൂറത്ത് കേട്ടു അൽ നോക്കാം. തഹരിം. ആ. പറയാം. ഇത് എനിക്ക് കാണാപ്പാട്. ഞാനിത് ക്ലബ് ഹൗസ് തുടങ്ങിയ നസീം കാലം ബ്രദറെ, തൊട്ടേ ഞാൻ പറയുന്ന ഒരു നമുക്കൊരു ആയത്തന്നെ. റിക്വസ്റ്റ് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചാൽ ഒരായത്തെങ്കിലും പുള്ളി ഒരു മുസ്ലിം അല്ലേ, പുള്ളിക്കാരൻ ഒരു ഒറ്റ ആയത്തുനിന്ന് വായിക്കട്ടെ. അല്ല, അത് ശരിയാണ്. അത് ശരി, അത് നിജാഷ് ന്യായമല്ലേ? ഇതുവരെ ഒരു ആയത്ത് പോലും വായിച്ചിട്ടില്ല. അത് എന്റെ അതെ ആവശ്യം അതെ. ന്യായമല്ലേ? ഏകദൈവ പിന്നെ വിശ്വാസം. അപ്പൊ നിജാഷ് വായിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. അയ്യോ കുഴു അല്ലാഹു വായിക്കല്ലേ, 112 വായിക്കല്ലേ. കുഴു അല്ലാഹു അല്ല എവിടെ കേക്കണ്ടിയെ, വായിക്കുന്നേ? കുഴു അല്ലാഹു ആണ്. ബ്രദറെ, കുഴു അല്ലാഹു അല്ല കേക്കണ്ട, ഞങ്ങളുടെ വിശ്വാസപ്രകാരം കുൽഹു ഉള്ള അല്ലാഹു അല്ല. ഉം. ബ്രദറെ, അത് ഭയങ്കര കോമഡിയാണ്. കുൽഹു അല്ലാഹു അഹദിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. അഹദ് എന്ന വാക്കിന് ഏകൻ, ഒന്ന് എന്ന ആശയമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഖുറാനായിട്ട് ഓതാനല്ല പറഞ്ഞു. ഞാൻ അപ്പോൾ ഓതി. അതല്ലെന്ന് ആഹാ, സൂറത്ത് തഹരിമിന്റെ ആയത്ത് പറയാനാണ് ബ്രദറെ പറഞ്ഞത്. സൂറത്ത് തഹരിം ആയത്ത് പറയുക എന്നാണ് ബ്രദറിനോട് പറഞ്ഞത്, അല്ലാതെ ഏതെങ്കിലും ഖുറാന്റെ ആയത്ത് ഓതാനല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ സൂറ ഫാത്തിഹ ഓതും, സൂറ എന്തുവാ 112 സൂറത്ത് അൽ ഇഖ്ലാസ് ഓതും. ഇതൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞത്. സൂറത്ത് തഹരിം താങ്കളുടെ കയ്യിൽ മലയാളത്തിൽ തർജ്ജമ കിടപ്പുണ്ടോ? ഞാന് വീട്ടിലിരിക്കുക. ഞാൻ അതൊന്നും ഇത് ഇപ്പൊ സംസാരിക്കാൻ വേണ്ടി കയറിയതല്ല, കണ്ടപ്പോ ഒന്ന് കയറിയതേ ഉള്ളൂ. ഇത് അവസരം കിട്ടുവാണെങ്കിൽ എല്ലാം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, ശരി. ഞാൻ ഈ വിഷയം ഞാൻ അല്ല, പറഞ്ഞു പോയത് കൊണ്ട് നസീം ഞാൻ ബ്രദർ പറയാം. വീട്ടിലല്ലേ? പുള്ളി വീട്ടിലാണ്. വീട്ടിലല്ലേ? അപ്പൊ വീട്ടിലെ വീട്ടിൽ അത്യാവശ്യം ഖുറാനില്ല. വീട്ടിലിരിക്കുമ്പോ ഖുർആനുണ്ട്, ഖുറാനില്ലേ അതിന്റെ സഹോദര? തർജ്ജമയില്ല. അതിന്റെ തർജ്ജമയില്ല. ഖുറാനില്ലേ വീട്ടില്? ആ, അയ്യോ, ഖുറാനുണ്ട്, തർജ്ജമയില്ല. അടിപൊളി അടിപൊളി. അപ്പൊ ഖുറാൻ ഉണ്ട്, വീട്ടിൽ ഖുറാൻ ഉണ്ട്, പക്ഷെ ഇതിന്റെ തർജ്ജമയോട് ബ്രദർ ഇതുവരെ വായിച്ചിട്ടില്ല ഇത്രയും നാളായിട്ട്. വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇല്ലെന്നാ പറഞ്ഞത്. ഇവിടെ ഇല്ല. ഓക്കെ, ഖുറാൻ തർജ്ജമയോട് കൂട്ടത്തിൽ വായിക്കണം കേട്ടോ. വായിക്കുന്നുണ്ട്. നിങ്ങളെ സമയം പോലുള്ള സമയം ആൾക്കാർ കേട്ടോ. വരുമ്പോഴല്ലേ നമുക്ക് സമയം കിട്ടുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഈ ആയത്ത് വായിക്കാം. സൂറത്ത് അൽ തഹ്രീം 66 അതിന്റെ ഒന്നാമത്തെ ആയത്താണ്. ഫസ്റ്റ് ആയത്താണ്. ഓ നബിയെ, നീ എന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്നത് നിഷിദ്ധമാക്കുന്നത്? ചോദ്യമാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇത് ഏത് സന്ദർഭത്തിലാണ് ഈ ആയത്ത് വന്നത്? ഏതാണ്? അള്ളാഹു അനുവദിച്ചു തന്ന ഏത് വിഷയത്തെയാണ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് നിഷിദ്ധമാക്കുന്നത്? എനിക്ക് പറയൂ, സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. ബ്രദർ, ഇതിന്റെ ആയത്തിന്റെ തഫ്സീർ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മേളിൽ പിൻ ചെയ്യാം. സൂറത്ത് അൽ തഹരീം 66 ആയത്ത്. ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ വായിക്കണമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ ആയത്ത്, ആ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ആയത്താണിത്. സൂറത്ത് അൽ തഹരീം 66 അതിന്റെ ഒന്നാമത്തെ ആയത്തിന്റെ തഫ്സീർ ഞാൻ മേളിൽ പിൻ ചെയ്യാം. ബ്രദർ ഇതല്ലേ പറഞ്ഞ, ഭാര്യ വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് അയൽവക്കക്കാരിയുടെ കൂട്ടത്തിൽ ബന്ധം പുലർത്തത്തില്ലല്ലോ, ശരിയല്ലേ? ഇല്ല. ഇല്ല. പക്ഷെ പ്രവാചകൻ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ലായിരുന്നു. ഭാര്യ വീട്ടിലില്ലാതിരുന്ന സമയത്ത് വീട്ടുവേലക്കാരിയായ ഒരു സ്ത്രീ, വീട്ടുവേലക്കാരി, അടിമ എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അല്ല, ഒരു രാജാവ് ഗിഫ്റ്റായി കൊടുത്ത ഒരു സ്ത്രീയാണ്. ഖുറാനകത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളോട് ബന്ധപ്പെടാനൊക്കെ അനുവാദമുണ്ട്, പക്ഷെ ഇത് ഒരു രാജാവ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. മുഹമ്മദ് എന്ത് ചെയ്യുന്നു എന്ന് മേളിൽ ഞാൻ തെളിവായിട്ടിട്ടുണ്ട്. ഞാനത് വായിക്കാം. O Prophet, why do you prohibit what Allah has made lawful to you in terms of the Coptic handmaiden Maria? കോപ്റ്റിക് ഹാൻഡ് മെയ്ഡിനായിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടുവേലക്കാരിയായിരിക്കുന്ന മറിയയെ പറ്റിയുള്ള വിഷയത്തിൽ താങ്കൾ എന്തിനാണ് അള്ളാഹു അനുവദിച്ചു തന്നതിനെ നിഷിദ്ധമാക്കുന്നത്? When he lay with her in the house of Hafsa, അദ്ദേഹം ഹഫ്സയുടെ വീട്ടിലായിരുന്നപ്പോൾ മാരിയത്ത് കോപ്റ്റിക്കുമായി അദ്ദേഹം കിടന്നു. ലേ വിത്ത് ഹർ, അദ്ദേഹം കിടന്നു എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം സ്ഥാപിച്ചു അവിടെ. ഹു ഹാഡ് ബീൻ അവേ, അപ്പൊ ഹഫ്സ വീട്ടിലില്ല, ഹഫ്സ അവിടുന്ന് വെളിയിൽ പോയിരിക്കുക. ബട്ട് അപ്പോൺ റിട്ടേണിംഗ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ബിക്കേം അപ്സെറ്റ് ബൈ ദ ഫാക്ട് ദാറ്റ് ദിസ് ഹാഡ് ടേക്കൻ പ്ലേസ് ഇൻ ഹെർ ഓൺ ഹൗസ് ആൻഡ് ഇൻ ഹെർ ഓൺ ബെഡ്.
അപ്പം ഹഫ്സ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ അവൾ കാണുന്നത് എന്തുവാ? ഇത് അവളുടെ വീട്ടിലും അവളുടെ കിടപ്പറയിലുമാണ് ഇത് നടക്കുന്നത്. അവളുടെ ബെഡിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. എന്ത് നടക്കുന്നത്? മുഹമ്മദും മാരിയത്ത് കോപ്തിക്കുമായിട്ടുള്ള ഈ ലൈംഗിക ബന്ധം. ഇതാണ് ഇതിന്റെ സന്ദർഭം. ഈ സന്ദർഭത്തിൽ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നതാണ്, മാരിയത്ത് കോപ്റ്റിക് എനിക്ക് നിഷിദ്ധപ്പെട്ട ഒരു സ്ത്രീയാണ്. ഷീ ഈസ് അൺലോഫുൾ ഫോർ മീ, സീക്കിംഗ് ബൈ മേക്കിംഗ് ഹെർ അൺലോഫുൾ ഫോർ യു ടു പ്ലീസ് യുവർ വൈഫ്സ്. സ്വന്തം ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ആൻഡ് Allah is forgiving, merciful and have forgiven you this prohibition. അപ്പോഴത്തേക്കിനും അള്ളാഹു ഒരു ആയത്ത് ഇറക്കി കൊടുക്കുന്നു, ഖുറാന്റെ ആയത്ത്, സൂറത്ത് അൽ തഹ്രീം അതിന്റെ 1-ാമത്തെ ആയത്ത്. അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്നതിനെ നീ നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്? എങ്ങനെയുണ്ട് സന്ദർഭം? എങ്ങനെയുണ്ട് സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇത് എനിക്ക് വായിച്ചിട്ട് ബ്രദറിന് എന്ത് തോന്നുന്നു? അല്ല, അത് വ്യക്തമായിട്ട് എനിക്ക് നോക്കണം. അത് എന്തോ അതിന്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട്. ബ്രദർ വ്യക്തമായിട്ട് സമയം കിട്ടുമ്പോ പതുക്കെ നോക്കിയിട്ട് ഈ തഫ്സീർ വായിച്ചിട്ട് പതുക്കെ വന്നോളൂ. ഇതിന്റെ വേറെ മുസ്ലിം പണ്ഡിതന്മാർ വേറെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ഭാര്യമാരുടെ അടുത്തേക്ക് ചൊല്ലുമ്പോൾ അദ്ദേഹം ഒരു നാറ്റമുള്ള ഒരു തേൻ, മുഗാഫിർ എന്ന് പറയുന്ന ഒരു തേൻ കുടിക്കുമായിരുന്നു. ഈ തേൻ എനിക്ക് നിഷിദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള രീതിയിൽ വേറെ ഒരു പണ്ഡിതൻ, ഒരു തബരിയുടെ ഇബൻ കത്തീറിന്റെ വ്യാഖ്യാനം അവരെടുത്തോണ്ട് വരും. പക്ഷെ അവിടെ തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യം, ഹാരിസ് മദനി പറഞ്ഞൊന്ന് ഇട്ടാ മതിയല്ലോ, അതൊന്നും ഇട്ടാ മതിയല്ലോ. അദ്ദേഹം നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ ഇതിന്റെ പശ്ചാത്തലം. ഹാരിസ് മദനി ഉസ്താദ് പറഞ്ഞ ഒരു ഓഡിയോ വേണമെങ്കിൽ ഞാൻ ബ്രദറിന് ഈ വിഷയത്തെ പറ്റി ഓഡിയോ ഞാൻ ഒരെണ്ണം കേൾപ്പിക്കാം. അപ്പൊ ബ്രദറിന് ഈ കാര്യം ഇച്ചിരൂടെ ഇസ്ലാമിക സുന്നി ലോകത്തെ പണ്ഡിതനായ ഹാരിസ് മദനി ബ്രദറിന് കേൾക്കണോ? ഈ ഓഡിയോ കേൾപ്പിക്കാം. അല്ല, അത് ഓഡിയോ ഇടും, അദ്ദേഹം കേൾക്കട്ടെ. ഞാൻ അതിന്റെ ഓഡിയോ കൂടെ കേൾപ്പിക്കാം. ഹാരിസ് സുന്നി പണ്ഡിതൻ, ഇസ്ലാമിക ലോകത്തെ വലിയൊരു പണ്ഡിതൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇതുവരെ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഈയിടെയായിട്ട് ഇപ്പം പണ്ഡിതനാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. എന്താ പ്രശ്നം നമുക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ പറയുന്നില്ലെന്നോ? അല്ലല്ല, ഇപ്പൊ ഇസ്ലാമിക ലോകം പറയുന്നില്ല, ഞങ്ങൾ പറയുന്നില്ലെന്നല്ല. ഞങ്ങൾക്ക് പുള്ളി ഞങ്ങളോട് വന്ന് സംസാരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അദ്ദേഹം വരുന്നില്ല. ഇസ്ലാമിക ലോകം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്? ഇസ്ലാമിക ലോകം പറയുന്നേ പറയട്ടെ ബ്രദറെ, ഇസ്ലാമിക ലോകം പറയട്ടെ. ഞങ്ങൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. ഇസ്ലാമിക ലോകം പറയട്ടെ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമല്ലോ. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. ആയിക്കോട്ടെ. പണ്ഡിതന്റെ ഓഡിയോ കേൾക്കണോ ബ്രദറിന്? കേൾക്കണം. എന്തോ പറയുന്നത് അറിയണമല്ലോ ഈ വിഷയത്തെ പറ്റി. പറഞ്ഞോ, ഇട്ടോളൂ. ഓക്കെ, ഞാനേ അതൊന്ന് തപ്പിയെടുക്കട്ടെ. എവിടാന്നാ കിടക്കുന്നത്? താഴെങ്ങാണ്ട് പോയെന്ന് തോന്നുന്നു. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? അതെ. പെണ്ണാണ്. കിട്ടിയോ? കിട്ടി. അതെ, കേട്ടോളൂ ബ്രദറെ. സല്ലമതങ്ങൾ അവിടുത്തെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു. അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും. ഇത് കണ്ടുകൊണ്ട് ഹഫ്സ ബീവി വരുന്നു. ഹഫ്സ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ വീട്ടിൽ വെച്ചാണോ, എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് ഹഫ്സ ബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹഫ്സ ബീവിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അടിമ സ്ത്രീയാകുന്ന മാരിയത്തുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്തു പറയുന്നു. ഇത് പറഞ്ഞപ്പോഴേക്കും അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായമായ തഹ്രീം സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കും. കേട്ടല്ലോ ബ്രദറെ? കേട്ടു. ഇതിലെന്താണ് കുഴപ്പം? എന്താണ്?
ഇയാളെ ഓരോ കാര്യവും നമ്മൾ തെളിയിച്ചു കൊടുക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യമാണിത് കേട്ടോ. അതിലിപ്പോ എന്താ കാര്യം? ഇതിലെന്നാ നിതീഷ് ബ്രദറെ കുഴപ്പമെന്നോ? അല്ലല്ല ഈ വിഷയം നിജാഷ് ബ്രദറെ, ഈ വിഷയം തുടങ്ങുന്നതിന് മുൻപേ ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിച്ച ഓർമ്മയുണ്ടായിരുന്നു. എന്തുവായിരുന്നു ചോദ്യം ഒന്ന് പറഞ്ഞേ? ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുമോ എന്നാണ് ചോദിച്ചത്. അതെ ബ്രദർ, അതിന് ഉത്തരം എന്തുവാ പറഞ്ഞേ? ബന്ധപ്പെടത്തില്ല. എന്താണ് അതിനകത്ത് കുഴപ്പമെന്ന് പറഞ്ഞേ? എന്താണ് അതിനകത്തെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞേ? ഇപ്പം ബ്രദർ പറഞ്ഞു ബന്ധപ്പെടത്തില്ല, അതിനകത്തെ കുഴപ്പമെന്ന് പറഞ്ഞേ. അത് കുഴപ്പം മീൻസ് എന്തുകൊണ്ട് താങ്കൾ കുഴപ്പം മീൻസ് താങ്കൾ എന്തുകൊണ്ട് ബന്ധപ്പെടുന്നില്ല? ഇടയ്ക്ക് കയറില്ല സഹോദരന്മാരെ, ഇടയ്ക്ക് പിടിക്കില്ലേ. നിജാഷ് നിജാഷ് ബ്രദറെ, എന്താണ് അതിനകത്ത് കുഴപ്പം പറയൂ. കുഴപ്പമെന്ന് പറഞ്ഞാല് ദൈവം അത് അനുവദിച്ച് തന്നിട്ടില്ല. ദൈവം അത് അനുവദിച്ചു തന്നിട്ടില്ല. ഈ സെയിം ദൈവമാണോ മുഹമ്മദിന് ഇത് അനുവദിച്ചു കൊടുത്തത് ഈ പരിപാടി ചെയ്തതിന് ശേഷം? ആന്നു. അത് ചെയ്തതിന് ശേഷം ഈ ദൈവത്തിന്, നിങ്ങളുടെ ഈ ദൈവത്തിന് വല്ല സ്റ്റാൻഡേർഡും ഉണ്ടോ ബ്രദറെ? ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കും. ഞാൻ ഇല്ലാത്ത സമയത്ത് അല്ല, എന്തുകൊണ്ടാണ് അത് അനുവദിച്ചു തരാത്തത്? അതിനകത്തെ തെറ്റൊന്ന് പറയാമോ? അതിനകത്തെ തെറ്റൊന്ന് പറയാമോ? ഭാര്യ വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് അയൽവക്കക്കാരിയോ വീട്ടുവേലക്കാരിയുമായിട്ട് ബന്ധപ്പെടുന്നതിലുള്ള തെറ്റൊന്ന് താങ്കൾക്ക് പറയാമോ? തെറ്റുണ്ടോ അതിനകത്ത്? തെറ്റുണ്ട്. എന്താണ് തെറ്റെന്ന് പറയാമോ? കാരണം നമുക്ക് അർഹിക്കാത്തതാണത്. അറിയിക്കാത്തതാണ്. കാരണം ഈ സ്ത്രീയുമായിട്ട് നിക്കാഹ് കഴിച്ചിട്ടില്ല, ശരിയല്ലേ? ഇല്ല. ഇനിയും താങ്കൾ ഇത് ചെയ്യത്തില്ലെങ്കിൽ താങ്കൾക്ക് ഉത്തമ മാതൃകയായി ബ്രദറെ ഇത് കേൾക്കൂ. ഇത് കേൾക്കൂ. താങ്കൾ ഇത് ചെയ്യത്തില്ലെങ്കിൽ താങ്കൾക്ക് ഉത്തമ മാതൃകയായി നിൽക്കുന്ന ഒരു വ്യക്തി, താങ്കളുടെ പ്രവാചകൻ, ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അത് ഞാൻ പറയാം. തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ പറയാം. അത് അടിമ സ്ത്രീ അല്ലേ അത്? പറഞ്ഞോളൂ, തെറ്റാണോ ശരിയാണോ എന്ന്. ബ്രദറെ, ഇവൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അല്ലെന്ന്. ഇവൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അല്ല. ഖുറാനകത്ത് നസ്രീം ബ്രോ അതിലേക്ക് ഇപ്പൊ പോകണ്ട. പുള്ളിയുടെ ന്യായവാദം ഒന്ന് കേൾക്കട്ടെ ആദ്യം. പറയൂ. വീട്ടുജോലിക്കാരിയാണ് ആ സ്ത്രീ അല്ലേ? വീട്ടുജോലിക്കാരിയാണ് സ്ത്രീ. അവരുമായിട്ട് വൈഫ് അവിടെ ഇല്ലാത്ത സമയത്ത് അവരുമായിട്ട് സ്വാഭാവികമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. വൈഫ് എങ്ങനെയാ അത് ശരിയാണോ തെറ്റാണോ? വൈഫ് എങ്ങടാ പോയേ? ഏർപ്പെട്ടപ്പോൾ സ്വന്തം ഭാര്യ അതല്ല സുഹൃത്ത് നിജാഷ് ബ്രദറെ, ഈ ഭാര്യയെ പറഞ്ഞു വിട്ടതാരാ? അനുവദനീയമാണോ ചോദിച്ചു. ഇന്നൊരു മുസ്ലിമിന് ഇത് അനുവദനീയമാണോ? ഭാര്യയില്ലേ വേലക്കാരിയോട് സെക്സ് ചെയ്യാവോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട്? അതും ഒരു ചോദ്യമാണ്. നിജാഷ് ബ്രദറെ, ഇന്ന് ഒരു മുസൽമാനെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റോ ശരിയോ വല്ലതും ഉണ്ടോ? അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അള്ളാഹു അനുവദിച്ചു തന്നതാണെങ്കിൽ ചെയ്യാം. അനുവദിച്ചിട്ടുണ്ടോ അപ്പം ചെയ്യാൻ വേണ്ടിട്ട്? നബിതങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തില്ലേ? അതിനുശേഷം നമുക്ക് നബിതങ്ങൾക്ക് അനുവദിച്ചു കൊടുത്ത ശേഷമാണോ നബിതങ്ങൾ ഇത് ചെയ്തത്, അതോ കൊടുക്കാണ്ടാണോ നബിതങ്ങൾ ഇത് ചെയ്തത്? അതാണ് പ്രശ്നം. നിജാഷ് ബ്രദറെ, ഇവിടാണ് പ്രശ്നം കിടക്കുന്നത്. അള്ളാഹു ഈ ഖുറാന്റെ ആയത്തിറക്കുന്നതിന് മുൻപേ ആണോ മുഹമ്മദ് ഇത് ചെയ്തത്? ആയത്തിറക്കിയ ശേഷമാണോ ചെയ്തത്? ഖുറാൻ ആയത്തിറക്കുന്നതിന് മുമ്പാണ്. നിങ്ങൾ പറഞ്ഞ പ്രകാരം അതിനു മുമ്പാണ്. ഞങ്ങൾ പറയുന്നത് നോക്കണ്ട, നിങ്ങളുടെ ഹദീസുകൾ നോക്കിയാൽ മതി കേട്ടോ. ഞങ്ങൾ പറഞ്ഞെന്ന് പറയല്ലേ, ഞങ്ങളുടെ തലയെ കൊണ്ട് ഇടല്ലേ. അല്ലല്ല അതല്ല നിജാഷ് ഭായ്, ഒരു നിയമം വരുന്നതിന് മുൻപേ ഒരു പ്രവൃത്തി ചെയ്യുന്നതും ആ പ്രവൃത്തി ചെയ്തതിനു ശേഷം നിയമം കൊടുക്കുന്നതും ഏതാണ് ശരി? ഞാൻ പറയട്ടെ, ഒരു കുറ്റം ചെയ്താല് കുറ്റം ചെയ്യുന്നതിന് മുമ്പ് നിയമം വരുമോ? സഹോദര, അത് കുറ്റമാണെന്ന് താങ്കൾക്ക് മനസ്സിലായോ? അത് കുറ്റമാണെന്ന് താങ്കൾക്ക് മനസ്സിലായോ? ഞാൻ പറയുന്നേക്കെ, നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഒരു കുറ്റം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ നിയമം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പം ആദ്യം ഒരു വൃത്തികേട് കാണിക്കുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി കൊടുക്കുക. ഈ നിയമം മുഹമ്മദിന് മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അടിപൊളി. ആദ്യം ഒരു വൃത്തികേട് കാണിക്കുക. ഇത് വൃത്തികേടാണെന്ന് താങ്കൾ തന്നെയാണ് പറഞ്ഞത് ആദ്യം, ശരിയല്ലേ? ഞാൻ പറയട്ടെ,
വൃത്തികേട് ബ്രദറെ താങ്കൾ തന്നെ പറഞ്ഞായിരുന്നു ഇത് വൃത്തികേടാണ്. ഭാര്യ ഇല്ലാതിരിക്കുന്ന സമയത്ത് വേറെ ഒരു സ്ത്രീ, നിക്കാഹ് കഴിക്കാത്ത വേറെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് വൃത്തികേടാണെന്ന് താങ്കൾ തന്നെയാണ് പറഞ്ഞത്. ആദ്യം ഒരു വൃത്തികേട് കാണിക്കുക, എന്നിട്ട് ഭാര്യ അത് കയ്യോടെ പിടികൂടുമ്പോൾ ഭാര്യയോട് പറയുക ഇവൾ എനിക്ക് നിഷിദ്ധമാക്കപ്പെട്ടതാണ്, ഇത് എനിക്ക് ഹറാമാണ് എന്ന് പറയുക. എന്നിട്ട് കുറച്ചു നാളുകൾക്ക് ശേഷം പിന്നെയും ബന്ധപ്പെടുക, എന്നിട്ട് അള്ളാഹുവിന്റെ പേരും പറഞ്ഞിട്ട് ഒരു നിയമം നടപ്പിലാക്കുക, അതും മുഹമ്മദിന് വേണ്ടി മാത്രം. ബ്രദറെ, ഒരു കാര്യം നിങ്ങൾ പറയാൻ വിട്ടുപോയി, നിജേഷിന് അറിയത്തില്ലായിരിക്കും. അക്കോർഡിംഗ് ടു 4:24 ഖുർആൻ 4:24 പ്രകാരം മുസ്ലിങ്ങൾക്കും വലത് കൈ ഉടമപ്പെട്ടി എന്ന് പറഞ്ഞാൽ പോയിട്ട് കൊള്ളയടിക്കാൻ പോയിട്ട് സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ലോണ്ടികളായിട്ട്, അതായത് സെക്സ് ലീവ്സ് ആയിട്ട് വെച്ചോണ്ടിരിക്കാൻ ഇവർക്ക് അനുവാദമുണ്ട്. ഇത്രയ്ക്ക് വൃത്തികെട്ട, ഇത്രയ്ക്ക് ഭയങ്കര മോശമായ ഒരു സ്വഭാവമാണ് അള്ളാഹുവിൻ്റെത്. അതായത് ഇയാളിപ്പോ പറഞ്ഞു സ്വന്തം ഭാര്യ ഇല്ലെങ്കിൽ, അല്ല, സ്വന്തം ഭാര്യ ഇല്ലാത്ത സമയത്ത് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നത് തെറ്റാണ് എന്ന് ഇയാള് ഒരു സാധാരണ നല്ല മനുഷ്യന്റെ രീതിയിൽ പറഞ്ഞു. പക്ഷെ ഈ അള്ളാഹുവും മുഹമ്മദും കൂടിയാണ് ഇവരെ ചീത്തയാക്കുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അനുവദിച്ചെന്ന് കൊടുത്തിരിക്കുക. നിജാഷ് ബ്രദറെ താങ്കൾ പറയുന്ന ന്യായീകരണത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞത് അടിമ സ്ത്രീകളെ പറ്റിയുള്ള വിഷയത്തിൽ, നിജാഷ് ബ്രദറെ, അടിമ സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാമിനകത്ത് ഏത് അടിമ സ്ത്രീയുമായിട്ടാണ് ലൈംഗികമായി ബന്ധപ്പെടുവാൻ അനുവാദമുള്ളത്? ഏത് തരത്തിലുള്ള ലൈംഗിക? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ള അടിമ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ബന്ധപ്പെടണം. ഓക്കെ, അത് ഏത് തരത്തിലുള്ള അടിമ സ്ത്രീകളാണ്? യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകൾ, ശരിയല്ലേ? പക്ഷെ മാരിയത്ത് കോപ്തിക് എന്ന് പറയുന്ന ഈ സ്ത്രീ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അല്ല. ഇത് ഒരു രാജാവ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു സ്ത്രീയാ. ആന്നു. അപ്പൊ പിന്നെ ഈ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല തുടക്കം തൊട്ട്. കൊടുത്തിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും അവരുടെ ഇടയ്ക്ക് സംഭവിച്ചു പോയപ്പോൾ തന്റെ ഭാര്യ സ്വാഭാവികമായിട്ടും എങ്ങനെ സംഭവിച്ചു? ബ്രദറെ, അങ്ങനെ പറയല്ലേ. സ്വാഭാവികമായിട്ടും എങ്ങനെയാ സംഭവിച്ചു പോകുന്നത്? ഭാര്യ ഇല്ലാതിരിക്കുന്ന സമയത്ത് വീട്ടുവേലക്കാരിയുടെ കൂട്ടത്തിൽ ലൈംഗിക ബന്ധം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോയ ഒരു വിഷയം. ഇദ്ദേഹം ഏറ്റവും നല്ല മാതൃകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയായി നിൽക്കേണ്ടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടിയ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഭാര്യമാർ ഓൾറെഡി ഉണ്ട്. മാനവരിൽ ഉത്തമൻ, മനോഹരൻ. നിജാഷ് ബ്രദറെ, ഇദ്ദേഹത്തിന് എത്ര ഭാര്യമാരാ? നസ്രീം ബ്രദറെ, ഒരു മിനിറ്റ്, നിജാഷ് ഒന്ന് പറയട്ടെ. നിജാഷ് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറയട്ടെ. നസ്രീം ബ്രോ, ജസ്റ്റ് ഗ്രൂപ്പ് നോക്കണേ. നിജാഷ് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറയട്ടെ. നിജാഷേ, ഇതിൻ്റെ ആ ഒരു സംഭവം ഒന്ന് പറഞ്ഞുതരാം. നിജാഷ് ഇപ്പോൾ പറയുന്നത് സ്വാഭാവികമായിട്ടും നിജാഷ് കുറേ കാര്യങ്ങളുടെ ഇടയ്ക്കായതുകൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല. എനിക്ക് മാത്രമല്ല, ഓഡിയൻസിനും കിട്ടുന്നില്ലെന്നാണ് എൻ്റെ. നിജാഷ് ബ്രോ, അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? നിജാഷ് ബ്രോ എന്താണ് ഉദ്ദേശിച്ചത്? ഇത് തെറ്റാണോ ശരിയാണോ? ഇപ്പോൾ ചോദ്യം നിൽക്കുന്നത് ഈ പറയുന്ന ആദ്യം ഈ പ്രവൃത്തിയാണോ നടന്നത്, അതോ ആയത്ത് വരികയാണോ ചെയ്തത്, ഇതിലേതാണെന്നുള്ളതാണ്. അപ്പം നിജാഷ് ബ്രോയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇടപെടുള്ളൂ കേട്ടോ. ഇപ്പൊ എന്റെ വീട്ടില് എനിക്കൊരു സ്ത്രീയെ എനിക്കൊരാൾ ഗിഫ്റ്റ് ആയിട്ട് തന്നു. ഹലോ, പോരട്ടെ, ഫുള്ള് പറഞ്ഞോളൂ ബ്രദറെ. ബ്രദർ കംപ്ലീറ്റ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ആരെങ്കിലും കയറത്തുള്ളൂ. ബ്രദർ പറഞ്ഞു കഴിഞ്ഞോളൂ. ഗിഫ്റ്റ് ആയിട്ട് തന്നു. എന്നിട്ട് എന്റെ ഭാര്യ ഇല്ലാത്ത സമയത്ത് ഞാൻ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് എന്റെ വൈഫ് കയറി വരികയും ഇത് കാണുകയും ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞു, ഇവൾ എനിക്ക് നിഷിദ്ധമായ പെണ്ണാണ്, അതുകൊണ്ട് ഞങ്ങൾ അറിയാതെ ബന്ധപ്പെട്ടു പോയി, അതുകൊണ്ട് നീ മാപ്പാക്കണമെന്ന് പറഞ്ഞു വൈഫിനോട്. അന്നേരം അള്ളാഹു ആയത്തിറക്കി, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിനക്കത് അർഹതപ്പെട്ടതാണ്, അതുകൊണ്ട് നീ ചെയ്തോളൂ എന്നാണ് എന്റെ ആശയം. അതെ, ബ്രദറൊക്കെ സത്യസന്ധതയോടാണ് പറഞ്ഞത്. വളരെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അനിൽ പാസ്റ്റർ കേട്ടായിരുന്നോ? അജീഷ് ബ്രദറെ കേട്ടായിരുന്നോ? എല്ലാരും കേട്ടല്ലോ ഈ വിഷയം? കേട്ടു. നിജാഷ് ബ്രദർ പറഞ്ഞ കറക്റ്റ് ആണ്.
നിജാഷ് ബ്രദർ പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഐ റെസ്പെക്ട് യു. അനിൽ പാസ്റ്റർ ഒന്ന് സംസാരിക്കട്ടെ അതിനെ കുറിച്ച്. അല്ല അനിൽ പാസ്റ്റർ അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ? നന്നായിട്ട് നടക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തോ, ഞാൻ കേട്ടിരിക്കുക. Yeah, കുഴപ്പമില്ല, yeah. ഇവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ സത്യസന്ധതയോടെയാണ് അദ്ദേഹം ഈ കാര്യത്തെ രേഖപ്പെടുത്തിയത്. വളരെ കൃത്യമാണ്. നിജാഷ് ബ്രദർ പറഞ്ഞതാണ് കറക്റ്റ്, അംഗീകരിക്കുന്നു. നിജാഷ് ബ്രദറിന് ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല, ശരിയല്ലേ? അല്ലല്ല, അങ്ങനെയല്ല നസ്രിൻ ബ്രദർ, അതല്ല അവിടുത്തെ ചോദ്യം അതല്ല. നിജാഷ് ബ്രോ, പ്രവൃത്തിയാണ്. അതിന് നബിതങ്ങൾ സ്വന്തം ഭാര്യയോട് മാപ്പ് ചോദിച്ചു. മാപ്പ് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഖുർആനായത്ത് ഇറക്കിയത്. നിങ്ങൾ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്? താങ്കൾക്ക് ചെയ്യാനുള്ള അനുവാദം ഞാൻ തരുന്നു, ഇങ്ങനെ ചെയ്തുകൊള്ളൂ എന്ന് അങ്ങനെയാണ് ആയത്തിറങ്ങുന്നത്. ഓക്കെ. ഇപ്പം ഇവിടെ എൻ്റെ അതെ, ചോദ്യം എന്താണെന്നറിയോ? ഇവിടുത്തെ പ്രശ്നം എനിക്ക് നിജാഷ് ബ്രോയോട് ചോദിക്കാനുള്ളത്, സഹോദര, ഈ പറയുന്ന ആയത്തിറങ്ങുന്നതിന് മുൻപ് മുഹമ്മദ് ചെയ്തത് പച്ച വ്യഭിചാരമല്ലേ? ഈ അനുമതി കിട്ടുന്നതിന് മുൻപേ അദ്ദേഹം ചെയ്തത് നിക്കാഹ് കഴിക്കാത്ത ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് പക്ക സിന, വ്യഭിചാരമല്ലേ? അതിനെക്കുറിച്ച് എനിക്ക് അത് എന്തിന്റെ സാഹചര്യവും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബ്രദറെ, എന്ത് സാഹചര്യമായാലും ഭാര്യ ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഭാര്യ വീട്ടിലില്ല, ഭാര്യ പുള്ളിക്കാരത്തിയുടെ പിതാവിന്റെ അടുത്തേക്ക് പോയിരിക്കുക. ഞാന് ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഞാൻ എവിടെയെങ്കിലും കയറി ഒരു ഇച്ചിരി ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മോഷ്ടിച്ചു. അത് മോഷ്ടിക്കാൻ കാരണം എനിക്ക് എന്തെങ്കിലും എന്റെ ഉള്ളിൽ കാണുമല്ലോ, എന്തെങ്കിലും കാരണമായിരിക്കുമല്ലോ ഞാൻ അത് മോഷ്ടിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വിശപ്പ് കാരണം കാണും. അതിനെക്കുറിച്ച് ഞാൻ വിശപ്പ് ആ ബിഷപ്പ് അപ്പൊ അത് പിന്നെ നബിതങ്ങളുടെയും ആ പെണ്ണിന്റെയും ഉള്ളിൽ വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? വ്യഭിചാരത്തിന്റെ അത് കറക്റ്റാണ്, ബ്രദർ പറഞ്ഞ കറക്റ്റാണ്. വ്യഭിചാരത്തിന്റെ വിശപ്പ് ഭാര്യനെ പറഞ്ഞു വിട്ടതല്ലേ? അത് എനിക്ക് വ്യഭിചരിക്കാൻ എന്തെങ്കിലും കാരണം കാണുമല്ലോ. വ്യഭിചരിക്കാൻ അത് എന്തെങ്കിലും കാരണം ഭാര്യയില്ലെന്ന്. കാണുമല്ലോ. നിജാഷ് ബ്രദറെ, ഭാര്യയില്ല. മാരിയത്ത് കോപ്തിക്ക് നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാണ്, നല്ല സുന്ദരിയാണ് പുള്ളിക്കാരത്തി. ഒരു ഈജിപ്ഷ്യൻ കോപ്റ്റിക് വനിതയാണ്, നല്ല സുന്ദരിയായ സ്ത്രീയാണ്. അദ്ദേഹത്തിന് വ്യഭിചാരം ചെയ്യാനുള്ള വിശപ്പ്. ബ്രദർ പറഞ്ഞ കറക്റ്റ് ആണ്. അതാണ് റീസൺ. വ്യഭിചാരം ചെയ്യാൻ അദ്ദേഹത്തിന് വിശപ്പുണ്ടായി. ആഹാരം കഴിക്കാനുള്ള വിശപ്പുണ്ടായതുപോലെ അദ്ദേഹത്തിന് ലൈംഗിക ബന്ധം ചെയ്യാനുള്ള വിശപ്പുണ്ടായി, ആഗ്രഹമുണ്ടായി. അദ്ദേഹം അത് ചെയ്തു. അതാണ് സാഹചര്യം. അല്ല, സാഹചര്യം പുള്ളിക്ക് ഒന്നും കൂടെ ക്ലിയർ ആക്കി കൊടുക്കും നസ്രിൻ ബ്രദറെ. അതായത് ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മുമ്പ് നിജാഷ് ബ്രദറിനോട് ചോദിച്ചത്. അപ്പോൾ പിന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് പെട്ടെന്ന് ഡൈവേർട്ടായി പോയി. നിജാഷ് ബ്രദറെ, ഈ പറഞ്ഞ താങ്കളിപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു, പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിരുന്നു, അന്നേരം ഉണ്ടായിരുന്ന ഒരു ഇതിലാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞു അല്ലേ? ഹലോ സുഹൃത്തെ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പം താങ്കൾ ഇങ്ങനെ തന്നെയല്ലേ കുറച്ച് മുമ്പും പറഞ്ഞത്, ഹഫ്സ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി, അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് നടന്നത് എന്നല്ലേ താങ്കൾ പറഞ്ഞു? ആ ഒരു ഗ്യാപ്പിൽ അറിയാണ്ട് സംഭവിച്ചു പോയതല്ലേ? അല്ല ഹഫ്സയുടെ വിഷയം ഹഫ്സയുടെ വിഷയം ഭാര്യബദറെ പുള്ളി പറഞ്ഞിട്ടില്ല. ഹഫ്സ പിതാവിന്റെ അടുത്തേക്ക് പോയെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ ആ ഹദീസ് ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. അല്ലല്ല, പുള്ളി അത് പറഞ്ഞായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അന്നേരം ഞാൻ കേൾക്കാത്തതായിരിക്കും, ചിലപ്പം ഞാൻ പോയെന്നല്ല, കേൾക്കാത്തതായിരിക്കും. ഇല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയപ്പോൾ ഹഫ്സ കയറി വരികയും ഇത് കാണുകയും അങ്ങനെ നബിതങ്ങൾ ഹഫ്സയോട് പശ്ചാത്താപിച്ച് അറിവില്ലാതെ ചെയ്തു പോയതാണ്, എനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് അള്ളാഹു ഖുർആനായത്ത് ഇറക്കിയത്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ബ്രദറെ പറയുന്നത്? അത് സമ്മതിച്ചു. ബ്രദർ പറയുന്നത് സമ്മതിച്ചു. അവിടെയാണ് വാര്യർ ബ്രദറിന്റെ ചോദ്യത്തിന് പ്രസക്തി കിടക്കുന്നത്. വാര്യർ ബ്രദറിന്റെ ചോദ്യം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും എല്ലാ മനുഷ്യർക്കും ഏത് കാലത്തും ഉത്തമ മാതൃകയാണ്. ആ ചോദ്യം മാറ്റിയിട്ട് ഞാൻ അവിടെ വേറൊരു ചോദ്യം അതിന് മുൻപ് ചോദിച്ചായിരുന്നു, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ചോദ്യത്തിലേക്കാണ് ഞാൻ തിരിച്ചു വന്നത്. ആ ചോദ്യമല്ല, അതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് വരാൻ നസ്രിൻ ബ്രദറെ. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. നിജാഷ് ബ്രദർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഹഫ്സ അവിടെ ഇല്ലായിരുന്നു. അപ്പം
നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പം നിജാഷ് ബ്രദറിന് കുറച്ചും കൂടെ ആ സാഹചര്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ചരിത്രത്തിലേക്ക് പോയാൽ ആ സാഹചര്യം കൂടെ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ നിങ്ങളല്ലേ കഴിയുമല്ലോ. ആദ്യമേ പറഞ്ഞ ഹബ്സ ഇല്ലാത്ത സമയത്തൊന്ന് നിങ്ങളാണ് ആദ്യം ഇങ്ങോട്ട് പറഞ്ഞത്. എനിക്ക് അതിന്റെ ചരിത്രം എനിക്ക് അതെ വ്യക്തമായിട്ട് അതെ അറിയില്ല. അതെ അതിലേക്ക് വരാം. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ഹഫ്സ അവിടെ എങ്ങനെയാണ് ഇല്ലാണ്ടായത് എന്ന് താങ്കൾക്കറിയാമോ? അറിയില്ല, അത് വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഓക്കെ, സോ നമുക്കപ്പോൾ അതിൻ്റെ ഹദീസുകളിലേക്ക് പോയാലോ നസ്രീം ബ്രോ? ഞാനൊരു വാർണിംഗ് ഞാൻ താഴെ ഇരിക്കുന്ന സഹോദരന്മാർക്ക് കൊടുക്കട്ടെ. എസ്പെഷ്യലി ഞാനൊരു സഹോദരന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് അൺനെസസറി ആയി നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇവിടെ ഇരിക്കുന്ന നിജാസ് ബ്രദറിനെയോ ഒരു മുസ്ലിം സുഹൃത്തുക്കളെയോ നിങ്ങൾ ആക്രമിക്കരുത്. പ്ലീസ്, നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ അങ്ങനത്തെ ഒരു അങ്ങനെയുള്ളവരെ കാര്യം അദ്ദേഹം പുറത്താക്കും. ഇത്രയും ആ അവരെ സമയത്ത് അങ്ങനെയുള്ളവരെ തന്നെ കുറച്ച് മുൻപ് പുറത്താക്കും. പുറത്താക്കിയിരിക്കും. ഇതൊരു 3 മിനിറ്റ് മുൻപ് കണ്ട് ഞാനും പറഞ്ഞതാണല്ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിജാഷ് ബ്രദർ ഇത്രയും മാന്യതയോടെ അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ വരുന്നു. അദ്ദേഹം സത്യസന്ധതയോടെ, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം സത്യസന്ധതയോടെ സംസാരിക്കുന്നു. നിങ്ങൾ ചുമ്മാതെ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യരുത്. നിങ്ങൾ കാണിക്കുന്ന മഹാമോശത്തരമാണ്. നിങ്ങളെ പുറത്താക്കും റൂമിൽ നിന്ന്, ആദ്യമേ പറഞ്ഞിരിക്കുന്നു. വെറുതെ ആവേശത്തിന്റെ പേരിൽ നിങ്ങൾ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് കമന്റ് ഇടരുത്. ഒരാൾ മാന്യതയോടെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ മാന്യത പോലും കൊടുക്കാൻ കഴിയാത്ത നിങ്ങൾ എന്തിനാണ് പിന്നെ റൂമിനകത്ത് കയറിയിരിക്കുന്നത്? പ്ലീസ് അങ്ങനെ ചെയ്യാതെ ഇരിക്കും സഹോദരന്മാരെ. നിങ്ങൾക്ക് ഈ റൂമിന്റെ സ്റ്റാൻഡേർഡ് അറിയാമല്ലോ. നമ്മളെ മോശമായിട്ട് ഒരാൾ സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഓക്കെ, നമുക്ക് ദേഷ്യം വരും. അപ്പോഴും അദ്ദേഹം ഇടരുതെന്നാ എന്തെങ്കിലും പറയുന്നത്. വൃത്തികേട് ഇത്രയും നേരം പറഞ്ഞു, അപ്പോഴും ഇടരുതെന്നാ പറയുന്നത്. അപ്പോഴും നമ്മൾ ഇടാൻ അനുവദിക്കത്തില്ല. അദ്ദേഹം ഇതുവരെ നമ്മളെ ആക്രമിക്കുകയോ അങ്ങനത്തെ പരിപാടിയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, അത്രേ ഉള്ളൂ കാര്യം. നമ്മളൊരു നല്ലൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ റീസൺ പറഞ്ഞു. നമ്മൾ വാര്യ ബ്രദർ അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മുന്നിലോട്ട് കേൾക്കാം. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഈ ക്ലബ് ഹൗസിൽ മാത്രമല്ല ഇത് കേൾക്കുന്നത്, യൂട്യൂബിലും ഇതര ഭാഗങ്ങളിൽ അത് കേൾക്കുന്ന സംഭവങ്ങളാണ്. വാര്യ ബ്രദറെ കണ്ടിന്യൂ ചെയ്തോളൂ. ആ വിഷയം മാത്രം ഒന്ന് ചർച്ച ചെയ്യാം. ഇല്ല, തൽക്കാലത്തേക്ക് ഞാൻ അദ്ദേഹത്തെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി, വളരെ നന്ദി. കണ്ടിന്യൂ. ഓക്കെ, നസ്രീം ബ്രോ, ഞാൻ പറഞ്ഞതേ എനിക്ക് പിന്നെ ആ ഹദീസ് ഒന്ന് എടുത്താലോ. അപ്പോൾ പിന്നെ നിജാഷ് ബ്രദറിനെ നമ്മൾ വിത്ത് റെഫറൻസ് പറയാം. കാര്യം നിജാഷ് ബ്രദർ ഇടയ്ക്ക് പറഞ്ഞു, കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു സംശയം തോന്നരുതല്ലോ. ബിക്കോസ് നമ്മളിവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവാചകനെ നമ്മൾ മോശം പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കഥ ഉണ്ടാക്കി പറയും. നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം എന്നാണ്. അപ്പം നമ്മുടെ ഈ റൂമിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും ഇവിടെ ശുശ്രൂഷകൾ അല്ലെങ്കിൽ നമ്മുടെ അറിവുകൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തെളിവടക്കമല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റെഫറൻസ് ബ്രിങ് അപ്പ് ദ റെഫറൻസ് എന്ന് പറയുന്നു. നമുക്ക് റെഫറൻസുകൾ വെച്ച് സംസാരിക്കാം. നിജാഷ് ഭായി, ഈ സെയിം വിഷയം വേറെ പലയിടങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ സെയിം ഇപ്പം നമ്മൾ വായിച്ച തഫ്സീർ ഇത് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. വേറെ ഒരു സുനൻ അന്നസായി 39:59 ഈ സെയിം വിഷയം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രം അനസ് ദാറ്റ് മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് ഹാഡ് എ ഫീമെയിൽ സ്ലേവ് വിത്ത് whom he had intercourse. മെസ്സഞ്ചർ ഓഫ് അള്ളാഹുവിന്റെ റസൂലിന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തിയുമായി അദ്ദേഹം ലൈംഗിക ബന്ധം സ്ഥാപിച്ചു. ബട്ട് ഐഷ ആൻഡ് ഹഫ്സ വുഡ് നോട്ട് ലീവ് ഹിം അലോൺ. ഐഷയും ഹഫ്സയും അദ്ദേഹത്തെ പുറകെ വിടാതെ തന്നെ അദ്ദേഹത്തിന്റെ പുറകെ കൂടി. വുഡ് നോട്ട് ലീവ് ഹിം അലോൺ അൺടിൽ ഹി സെഡ് that she is forbidden to him. ഇവൾ എനിക്ക് വിലക്കപ്പെട്ടതാണ് എന്ന് പറയുന്നിടം വരെ. Then Allah the Almighty, the Sublime, revealed. അള്ളാഹു അപ്പോൾ ആയത്തിറക്കി. ഈ സൂറത്ത് അൽ നജിം നമ്മൾ വായിച്ച ആയത്തിറക്കി.